ഇത് ഇംഗ്ലണ്ടാണോ? അല്ല. സ്കോട്ട്ലൻഡോ അയർലൻഡോ ആണോ? അല്ല. ഇത് ന്യൂസിലൻഡിലെ ഒരേ ഒരു കാസിലാണ്, ലാർനാക് കാസിൽ. കഴിഞ്ഞ വീഡിയോയിൽ സൗത്ത് ഐലൻഡിലെ ഡണ്ടനിലെ ഈ കാസിലിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഈ കാസിലിനുള്ളിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ കറങ്ങി ഈ ടവറിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസിലൻഡിലെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഓരോ കമ്പനികൾ ആളെ പിരിച്ചുവിട്ടു എന്നുള്ള ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര്, എൻ്റെയും അറിയത്തില്ല, ജോലി പോവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഗൈസ്, അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ കാസിലിനകത്തേക്ക് കയറാൻ പോവാണ്. നല്ല മഴയുണ്ട്. അത് കാരണം ഇന്നത്തെ ഞങ്ങളുടെ ഔട്ട്ഡോർ സൈറ്റ് സീയിങ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ വെൽക്കം ടു അനദർ ഡേ ഓഫ് വ്ലോഗ് വിത്ത് സീരീസ് സൈക്കിൾ. കാസിലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്, കണ്ടില്ലേ? ബ്യൂട്ടിഫുൾ ഒരു മാർബിൾ ഫൗണ്ടൻ ഫ്രം ഇറ്റലി. മാർബിൾ ഫൗണ്ടൻ ഫ്രം ഇറ്റലി. ഈ കാസിലിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാം. തിരിഞ്ഞിങ്ങനെ കാസിൽ നമുക്ക് അകത്തോട്ട് കയറാം. Grab a guide for the castle of history. So most people start downstairs and then you just work your way up. Cool. Thank you. Thank you so much. Okay. അപ്പോൾ നമ്മൾ കാസിലിനകത്ത് കയറി. ഞാൻ പറഞ്ഞ പോലെ ഒരു സെൽഫ് ഗൈഡഡ് ടൂറാണ്. അപ്പോൾ കയറി വരുമ്പം തന്നെ ഈ കാസിലിൻ്റെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് യാർഡ്, നമ്മളിപ്പോൾ ഫൗണ്ടനൊക്കെ കണ്ടില്ലേ, അത് കാണാം. ഞാനിപ്പോൾ ഈ കാസിലിൻ്റെ ഏറ്റവും ഔട്ട്സൈഡായിട്ടുള്ള ഒരു കോറിഡോറിൽ കൂടെയാണ് നടക്കുന്നത്, എൻട്രൻസിൻ്റെ നേരെ ലെഫ്റ്റിലൂടെ. അപ്പോൾ ഇവിടെ തന്നെ സെൽഫ് ഗൈഡഡ് ടൂർ ആയതുകൊണ്ട് നമുക്ക് ഈ കാസിൽ കറങ്ങി കാണാനായിട്ട് ഉള്ളൊരു ഗൈഡ് മാപ്പ് പോലെ ഒരു പാംഫ്ലെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തറയൊക്കെ കണ്ടില്ലേ, ഫുള്ള് വുഡൻ ഫ്ലോറിംഗ് ആണ്. വീണ്ടും കോറിഡോറിൽ കൂടെ, ഔട്ടർ കോറിഡോറിൽ കൂടെ ഞാനിങ്ങനെ നടക്കുന്നു. നമ്മൾ നേരത്തെ ഇന്നലെ വൈകിട്ട് കണ്ട ഗാർഡനൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഒരു കിണർ കണ്ടില്ലേ. നീ പാംഫ്ലെറ്റ് എടുത്തല്ലേ? എന്തോ അതിനകത്ത് താഴോട്ട് പോകണം. ഓക്കെ, ഫ്ലാഷ് യൂസ് ചെയ്തെന്നാ പറയുന്നത്. അപ്പം നമുക്ക് ഫ്ലാഷ് കുഴപ്പമില്ല, നമ്മുടെ ക്യാമറയിൽ ഫ്ലാഷ് ഇല്ല. ഗൺ റൂം, അപ്പം തോക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. In the room opposite, the tale is told of William Larnach, the building of his castle, and the life lived here by his family. The video display in the next room tells our reasons too. Okay. So let's start by going downstairs. താഴോട്ട് പോയി നോക്കാം. വില്യം ലാർനാക് പ്രഭുവും ഫാമിലിയും, അതായത് 3 ഭാര്യമാരും ഒക്കെ എങ്ങനെയാണ് ജീവിച്ച ഈ ഒരു കാസിലിന്റെ ടൂർ നമുക്കിവിടെ തുടങ്ങാം. ഇതാണ് ഈ കാസിലിന്റെ ഓണർ. ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൂടെയാണ് നമ്മൾ നടക്കുന്നത്, വില്യം ലാർനാക് പ്രഭു. ഇവിടെ ആയിട്ട് ഒരു സെല്ല് കാണാം. ഓ, ഇതാ ഗൺ റൂം. ഗൺ റൂം അല്ലേ? ഉണ്ടല്ലേ, പലതരം ഗണ്ണുകൾ, പഴയ രീതിയിലുള്ള പുള്ളിയുടെ ഗണ്ണുകൾ കാണാം. സോഡ് കാണാം. ഒരു പിസ്റ്റൾ ഉണ്ട്, പഴയ രീതിയിലുള്ള പിസ്റ്റൾ. പിന്നെ ഒരു ഡബിൾ ബാരൽ ഗണ്ണുണ്ട്, 2 ഡബിൾ ബാരൽ ഗണ്ണുണ്ട്. ഇതാണ് പുള്ളിയുടെ ഹോൾ ഫാമിലി, ലാർനാക് ഫാമിലി. ഈ കാസലിൻ്റെ ഇതുണ്ട്, വില്യം ലാർനാക് സൈൻസ് ഓവർ ഹിസ് പ്രോപ്പർട്ടി ടു മേരി അലീൻ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, അത് കാരണം അടുത്ത റൂമിൽ അവരുടെ ഹിസ്റ്ററി വീഡിയോ പ്ലേ ഉണ്ട്, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ബാർക്കർ ഫാമിലി ഇത് മേടിക്കുമ്പോൾ ഈ ക്യാസിലാകെ പൊട്ടിപ്പൊളിഞ്ഞ് അകത്തോട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഫുൾ അകത്തോട്ട് വെള്ളം ഇഷ്ടംപോലെ വീണ് ചോർന്ന് ആകെ നശിച്ചു കിടക്കുകയായിരുന്നു. അതിനുശേഷം അവർ റിസ്റ്റോർ ചെയ്താണ് ഇപ്പോഴത്തെ ഒരു നിലവിൽ നമുക്ക് ഈ കാണുന്ന ടൂറിസ്റ്റിനൊക്കെ കയറി കാണാവുന്ന രീതിയിലാക്കിയെടുത്തത്. അപ്പോൾ വീഡിയോയിൽ നിന്ന് മനസ്സിലായത് ഈ ലാർനാക് പ്രഭുവിൻ്റെ ഈ കാസിൽ പുള്ളിയുടെ മരണശേഷം ആകെ നശിച്ച് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ മാർഗരറ്റ് ആൻഡ് ബാരി ബാർക്കർ എന്ന് പറയുന്ന 2 കപ്പിൾസ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ ന്യൂസിലൻഡ് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കാസിൽ അവർ ഇങ്ങനെ കണ്ടു. അവരൊന്നും ജസ്റ്റ് മാരീഡ് കപ്പിൾസ് ആയിരുന്നു. മാർഗരറ്റ് എന്ന് പറയുന്ന പുള്ളിക്കാരി പ്രഗ്നൻ്റും ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു പുതിയ വീട്ടിൽ താമസിക്കണമെന്നുള്ള സ്വപ്നമായിട്ട് ഇരുന്നപ്പോൾ അവർ ഈ ഒരു കാസിൽ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഫാസിനേഷൻ തോന്നിയിട്ട് ഈ കാസിൽ അവരങ്ങ് വിലയ്ക്ക് വാങ്ങി. ഈ പൊളിഞ്ഞു കിടന്ന കാസിൽ വിലയ്ക്ക് വാങ്ങിയിട്ട് അതവരുടെ പുതിയ ഒരു ഹോമായിട്ട് അവർ താമസിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ റെസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അവരിപ്പം നല്ല പ്രായമുള്ളൊരു സ്ത്രീയാണ്. ഇപ്പോൾ 1967 കല്യാണം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങി റിസ്റ്റോർ ചെയ്ത് ആ ഒരു പഴയ ഒതൻറ്റിസിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതവരുടെ ആക്ച്വലി ഇതവരുടെ ഫാമിലി ഹോമാണ്, കുടുംബ വീടാണ്. മാർഗരറ്റ് ആൻഡ് ബാരി ബാർക്കർ. അപ്പോൾ അതാണ് ആ ബാർക്കർ ഫാമിലി. അപ്പോൾ നമുക്കിനി കാസിലിൻ്റെ ബാക്കി ടൂറിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളിപ്പോൾ താഴത്തെ നിലയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് കയറി പുറത്തെ കോറിഡോറിൽ കൂടെ നടന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് റൂമോ ഏതാണ്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലോർ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അത് കാസിൽ ഇപ്പോഴും റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ചോർച്ചയുണ്ട്. ഇന്ന് നല്ല മഴയുണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഇതാ മേളിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു മനോഹരമായ ഇതാണ് ഇവിടുത്തെ മ്യൂസിക് റൂം. അപ്പോൾ ഇതായിരുന്നു പ്രഭുവിൻ്റെ മ്യൂസിക് റൂം. ഷാൻഡിലിയർ കണ്ടില്ലേ. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഈ കാസിൽ ആദ്യം വില്യം ലാർനാക് പ്രഭു മേടിച്ചപ്പം സൈൻ ചെയ്ത ഡീഡാണ്. അതായത് ക്രൗണിൻ്റെ കയ്യിൽ നിന്ന്, ക്വീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പം എഴുതിയ ഡീഡാണ്. അത് ഒറിജിനൽ ഡീഡാണ് ഈ കാണുന്നത്. ഈ ബാർക്കർ ഫാമിലി മേടിക്കുന്നതിന് മുമ്പ് ഈ വില്യം ലാർനാക് പ്രഭു ഈ കാസിൽ ഉണ്ടാക്കാനുള്ള സ്റ്റോറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വില്യം ലാർനാക് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഒരു ബാങ്കറായിരുന്നു, ഭയങ്കര റിച്ച് ആയിട്ടുള്ള. അപ്പം പുള്ളിക്കാരൻ ഇതുപോലെ ന്യൂസിലൻഡിലേക്ക് വിസിറ്റിന് വന്നു. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു 9 വയസ്സുള്ള മോനുണ്ടായിരുന്നു, ഡൊണാൾഡ് എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ 9 വയസ്സുള്ള മോനും കൂടെ ഈ ഡനഡിലൂടെ ഇങ്ങനെ വൈകിട്ട് ഒരു ഈവനിങ് വാക്ക് പോലെ നടന്നപ്പോൾ ഈ ഒരു കുന്നിന്റെ മുകളിലേക്ക് ഹൈക്ക് പോലെ കയറിപ്പോയത്. അപ്പൊ ആ കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ മോൻ പറഞ്ഞ്, അപ്പൊ ഈ കുന്നിനുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്, അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സ്പോട്ടിൽ തന്നെ ഈ പ്രഭു എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അന്ന് ന്യൂസിലൻഡൊക്കെ ക്വീൻ്റെ റൂളിലായിരുന്നു. അപ്പോൾ ക്വീൻ്റെ കയ്യിൽ നിന്ന് ആ വർഷം തന്നെ ഈ ഹോൾ കുന്നിന്ന് വിലയ്ക്ക് വാങ്ങി. അതിനുശേഷം ആണ് ഈ കാസിൽ അവരുടെ ഹോമായിട്ട് ഇവിടെ പണിത്. എന്താ അല്ലേ, മോൻ്റെ ആഗ്രഹം നിറവേറ്റി. അവിടെ ഒരു വലിയ വീടും കാസിലും ഒക്കെ അങ്ങ് പണിഞ്ഞ്, ആ കുന്നോടെ മേടിച്ച് എൻ്റെ മേളിൽ ഒരു കാസിലും പണിഞ്ഞ്. അതൊക്കെയാണ് പ്രഭുക്കൾ. നൈസ്. മ്യൂസിക് റൂമിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മനോഹരമായ ആരും കാണാത്ത കാഴ്ചകൾ ഇനി ഈ ചാനലിൽ ഞാൻ കൊണ്ടുവരാം. ഇത് കണ്ടോ, ഇത് കൊറോണേഷൻ സെറിമണിയാണ്. വെസ്റ്റ്മിനിസ്റ്റർ ആബി, ലണ്ടനിലുള്ള വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ക്വീൻ വിക്ടോറിയയുടെ കൊറോണേഷൻ സെറിമണിയാണ് ഓൺ ജൂൺ 21, 1887. അപ്പോൾ അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടത്, ഇതൊന്ന് വായിച്ചു നോക്കി. കൊമമറേറ്റീവ് ഓഫ് ദ 50th ഇയർ ഓഫ് ദ റെയിൻ ഓഫ് ക്വീൻ വിക്ടോറിയ. അത് കഴിഞ്ഞിട്ടുണ്ടോ എംപ്രസ് ഓഫ് ഇന്ത്യ. എനിക്കറിയത്തില്ല, എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി
എന്തുകൊണ്ട് അങ്ങനെ സ്പെസിഫിക്കലി എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയേക്കുന്നത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തത്. അപ്പോൾ മ്യൂസിക് റൂമിൽ നിന്ന് ഇറങ്ങി ബാക്കി കാസലിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ യെസ്, ഇത് ഇവിടെ ഡൈനിങ് റൂമാണ്. വെരി ബ്യൂട്ടിഫുൾ. ഇതിൻ്റെയൊക്കെ സീലിംഗ് കണ്ടില്ലേ, ഭയങ്കര മനോഹരമാണ്. തടിയുണ്ട്. ഓക്കെ, ഇവർ പറഞ്ഞ അനുസരിച്ച് 3 സ്കിൽഡ് കാർപ്പൻറ്റേഴ്സ് 3 വർഷം എടുത്തിട്ടാണ്, 3 years എടുത്താണ് ഈ ഒരു സീലിംഗ് പണിഞ്ഞു തീർത്തത്. ഈ വിൻഡോ ഗ്ലാസസ് ചെയ്തേക്കുന്ന കണ്ടില്ലേ, ഓരോ രാജ്യത്തിൻ്റെയും സിമ്പിൾ ഇവിടെ ഉണ്ട്. അതായത് ഈ കാണുന്നത് സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡിൻ്റെ ഐവി ആണോ അതാണ് ഈ ഗ്ലാസ്സിൽ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്നത് ന്യൂസിലൻഡിൻ്റെ സിൽവർ ഫേൺ. ഇപ്പോഴത്തെ അയർലൻഡിൻ്റെ ഷാംറോക്ക് ഇതാണ് ഗ്ലാസ്സിൽ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലീഷ് റോസ്. ഈ പുള്ളി നല്ല പേട്രിയോട്ടിക് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് വിൻഡോയുടെ ഗ്ലാസ്സിൽ പോലും ആ ഒരു യുണൈറ്റഡ് കിങ്ഡം അതിൻ്റെ ഫുൾ സിംബൽസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോയി നോക്കാം. നമ്മൾ ഈ കാസലിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഫുൾ തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആനൊന്ന് ചവിട്ടി കഴിയുമ്പോൾ മൊത്തത്തിൽ കിടന്ന് കുലുങ്ങുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. ഇതായിരുന്നു തോന്നുന്നു ലാർനാക് പ്രഭുവിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ. അപ്പോൾ അന്നത്തെ ആ ഒരു ഫീൽ, ആ ഒരു പ്രൗഡി ഫീലിംഗ് നമുക്ക് ഇതൊക്കെ കാണുമ്പം കിട്ടുന്നുണ്ട്. അതിൽ ഒരു രക്ഷയില്ല. ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട് ഇത് റിസ്റ്റോർ ചെയ്യാൻ. അത് നമുക്കതിൻ്റെ അകത്തെ ഈ ഓരോന്ന് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടറിയാം. ഒന്ന് ആലോചിച്ചോണം, മഴയൊക്കെ കയറി ചോർന്ന് പൊട്ടി പൊളിഞ്ഞു കിടന്ന ഒരു കാസിലാണ് ഇത് റീസ്റ്റോർ ചെയ്ത് ഇങ്ങനൊരു ഇത്രയും മനോഹരമാക്കി അവരിപ്പം വെച്ചിരിക്കുന്നത്. അതും 1867, 1868 ഉള്ളൊരു കാസിൽ. കണ്ടില്ലേ, വില്യം ലാർനാക് പ്രഭുവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറിൻ്റെ സോയിങ് തയ്യൽ സാധനങ്ങളാണ് ഈ കാണുന്ന സോയിങ് ബോക്സ്. പുള്ളിക്കാരി സോ ചെയ്ത എന്തൊക്കെയോ ക്ലോത്തിങ് ആണ്, ഈ ഷോളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റെയർ കേസ് ചുമ്മാതല്ല, ചെറിയൊരു കുലുക്കമൊക്കെ അനുഭവപ്പെട്ടെ. ഇത് ആണ് സദേൺ ഹെമിസ്ഫിയറിൽ ഒരേ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള സ്റ്റെയർ കേസ്. സിറ്റ് ഔട്ട് ഏരിയ പോലെയാണ്. അങ്ങനെയാണോ പ്രഭുക്കൾ ഈ ഏരിയയ്ക്ക് വിളിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇതൊരു നല്ലൊരു ലുക്ക് ഔട്ട് ഏരിയയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇതാ കണ്ടില്ലേ, ഗാർഡൻ വ്യൂ മനോഹരമായ കാസലിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഫൗണ്ടനുള്ള ഗാർഡനൊക്കെ കാണാം. ആർക്കാ ഇങ്ങനെ ഒരു കാസലിൽ താമസിക്കാൻ ഇഷ്ടമല്ലാതിരിക്കുന്നത്? നിനക്കോ? അപ്പോൾ ഈ കാസലിൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെ നിലയാണോ?
ടവർ റൂം എന്ന് പറയുന്നത്. അതെ, നമ്മൾ ആ ക്യാസിലിൻ്റെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ടവർ പോലെ നിൽക്കുന്നില്ല, അതല്ല, ആ ഒരു പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ടവർ റൂം വ്യൂവിൽ നിന്നുള്ള വ്യൂ എന്താണെന്ന് കാണിച്ചു തരാം. ഡണഡിൻ എന്ന് പറയുന്നത് ഈ ഒരു ഒട്ടാഗോ പെനിൻസുല ഏരിയയിലാണ് ഈ ഒരു ക്യാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഡണഡിനിലെ ഒട്ടാഗോ പെനിൻസുല ഈ ക്യാസിലിൽ നിന്നുള്ള വ്യൂ. ആരും ഇതൊന്ന് വാങ്ങിച്ചു പോകും, ചുമ്മാതല്ല. ലാർനാക് പ്രഭുവിൻ്റെ മോൻ ഇഷ്ടപ്പെട്ടതും ഇത് വാങ്ങിയതും അതേ കണ്ടോ. ക്യാസിലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ വ്യൂ ആണ്. ഇന്ന് മഴയായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, എന്നാലും ഒന്ന് നോക്കിക്കേ. വൈകിട്ട് ഇങ്ങനെ ഈ കസേരയിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഈ ടവർ നിന്ന് ആ വ്യൂ ഒക്കെ കണ്ട് പുറത്തോട്ട് ഗാർഡനിലൊക്കെ നോക്കി രസമായിരിക്കും അല്ലേ. എന്നെക്കാട്ടിലും മുമ്പേ ഇവിടെ കൂടെ ഒക്കെ കറങ്ങി. അപ്പം ഇനിയുള്ള ഗൈഡ് ഇവള് പറയും. ഓ, ഇത് നഴ്സറി പിള്ളേരുടെ റൂമാണ്. കണ്ടോ, ക്യൂട്ട്. ഒരു തൊട്ടില് ബേബിയുടെ ബെഡാണിത്. ഫുഡ് കഴിക്കുന്ന പഴയ കാലത്തിലുള്ള ഹൈ ചെയറാണ് പിള്ളേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള. കണ്ടില്ലേ, അതും ഫുൾ തടിയില് ഓതന്റിക്. അവിടെ ഒരു ബട്ടർഫ്ലൈ കേജ് ഉണ്ട്. കൊച്ചിനും അടിപൊളി വ്യൂ ആണ്. ബേബിക്കുള്ള വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ട് ഒട്ടാഗോ പെനിൻസുല, നമ്മുടെ ആ ഒരു അതിൻ്റെ പേര് പറഞ്ഞു. ബട്ട് ഡണഡിൻ ലേക്കിൻ്റെ വ്യൂ, മനോഹരമായിട്ടുള്ള വ്യൂ. ഇവിടെയുള്ള പെയിന്റിങ്സ് ആലിസ് ഇൻ വണ്ടർലാൻഡിന്റെ പെയിന്റിങ്സ് ദേ ഹാവ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദി ലാർനാക് കാസിൽ എന്നിട്ട് വരച്ചിരിക്കുന്നത്. ഈ ആലിസ് ടവറിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഇവിടെ ആലിസിന്റെ ഫ്രണ്ട്സുമായിട്ട് ആലിസ് നോക്കുന്നു. ആലിസ് ഇൻ വണ്ടർലാൻഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ലാർനാക്കിന്റെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ മോൾക്ക് ലാർനാക്കിന്റെ പേര് ആലിസ് എന്നാണ്. സോ യു മേ ഫൈൻഡ് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ആലിസ് ഇൻ വണ്ടർലാൻഡ് ഹിയർ. അതെ, അപ്പോൾ അതാണ് ഇങ്ങനെ ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ കണക്ട് ചെയ്ത് ലാർനാക് കാസിലുമായിട്ട് ഇങ്ങനെ ഓരോ പിക്ചർ വരച്ചേക്കുന്നത്. അപ്പോൾ ബേബിയുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ബേബിയെ നോക്കാനുള്ള നാനിയുടെ റൂമും വേണമല്ലോ. അപ്പോൾ നാനീസ് റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ബേബിയെ നോക്കുന്ന നാനി താമസിച്ചിരുന്ന മുറിയാണിത്. അതുകൊണ്ട് അവരുടെ ബെഡ്. എല്ലായിടത്തും കുറേ ക്രിസ്ത്യൻ ഡെപ്പിക്ഷൻസ് കാണാം, ക്രിസ്ത്യൻ പെയിന്റിങ്സ്. ഇത് മാതാവ് ആണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. മേരിയുടെ പടമാണ്. ഈ കാണുന്നത് എന്തുവാണെന്ന് മനസ്സിലായില്ല. ഇത് പണ്ടത്തെ രീതിയിലുള്ള വാർഡ്രോബാണെന്ന് തോന്നുന്നു. എനിവേ, നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ പെയിന്റിങ്സ് ഉണ്ടെങ്കിൽ ആൾക്കാണ് മുന്നോട്ട്. കർത്താവ് ജീസസിന്റെ ആരോ ഫീൽ ചെയ്യുന്ന ഒരു പെയിന്റിംഗ് അല്ല, റഗ്ഗാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ബാത്റൂമാണ്. ഇത് കണ്ടോ, ഒരു ടബ് കണ്ടോ, ഒറ്റ ഒരു കല്ലിൽ സിംഗിൾ മാർബിൾ പീസിലാണ് ഈ ഒരു ടബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതായിരുന്നു 1867 ഉള്ള പ്രഭുക്കളുടെ ബാത്റൂം, ലക്ഷറി ബാത്റൂം. 2 സിങ്കൊക്കെ അമ്മയുണ്ട്. ഇപ്പൊ നമ്മളിനി കാസിലിന്റെ ഏറ്റവും മുകളിലേക്ക് പോകാൻ പോകുന്നു. അതായത് ഈ ടവറിന്റെ ടോപ്പിലേക്കുള്ള ഒരു സ്റ്റെയർ ആണ് നമ്മൾ കാണുന്നത്. കുറച്ച് സ്റ്റീപ്പാണ്. അപ്പൊ നമ്മളിനി ആ ടവറിന്റെ മുകളിലേക്ക് ഈ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് കയറി പോകുന്നു. പിടിച്ച് കയറാൻ മറന്നു വീഴാതിരിക്കാൻ നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. വെരി സ്റ്റീപ്പ്. നമ്മളിങ്ങനെ കറങ്ങി ഈ ടവറിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടവറിന്റെ മുകളിലേക്ക് എത്തി. ഒരു ബസ് കുറേ ആൾക്കാരെ ടൂറായിട്ട് കൊണ്ടുവരുന്നുണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം.
ടോപ്പ് ഓഫ് ദ ടവർ വ്യൂ. ന്യൂസിലൻഡിൻ്റെ ഫ്ലാഗൊക്കെ കാണാം. നമ്മൾ ഈ ടവറിൻ്റെ സൈഡിലൂടെയുള്ള വ്യൂ നേരത്തെ നമ്മൾ അകത്തുനിന്ന് കണ്ട പോലെ ആ ഒട്ടാഗോ പെനിൻസുല, ആ ലേക്കിൻ്റെ വ്യൂ, ഡണഡിൻ ലേക്ക് ഉണ്ടല്ലേ, എന്തോ ബ്യൂട്ടിഫുൾ ആണ്. നോക്കിയേ, amazing view from the top. And നമുക്കിനി തിരിച്ച് താഴേക്ക് പോകാം. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഈ കുത്തനെയുള്ള സ്റ്റെപ്പ് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കൂട്ടുകാരെ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ എടുക്കുന്നത്. സോ എല്ലാവരും മറക്കാതെ വീഡിയോ അവസാനം വരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം അടുത്ത ലൊക്കേഷനായിട്ടുള്ള ലേക്ക് ടെക്കാപ്പോയിലേക്ക് പോവുകയാണ്. സോ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്കൊന്നിനെ കാണാം. ലേക്ക് ടെക്കാപ്പോ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ മിൽക്കി വേ കോൺസ്റ്റലേഷനും സ്റ്റാർ ഗേസിങ്ങിനുമൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇന്ന് അവിടെ സ്നോ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്, അറിയത്തില്ല എല്ലാം. അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് അറിയാം. സ്നോ ചെയ്താൽ അത്രയും നല്ലത്, വളരെ ഭംഗിയായിരിക്കും കാണാൻ. എന്തായാലും എല്ലാം പോസിറ്റീവ് പ്രതീക്ഷയോടുകൂടി ഇറങ്ങുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങി ക്യാസിൽ നിന്നിറങ്ങി നമ്മൾ കുറച്ച് സുവനേഴ്സ് മേടിച്ചു. കൂടുതലും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്. ഇതുവഴിയാണ് നമ്മൾ എക്സിറ്റ്. നല്ല തണുപ്പുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ടു ലേക്ക് ടെക്കാപ്പോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ കാസലിലെ വിഷ്വൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ന്യൂസിലൻഡിലേക്ക് ഇപ്പോൾ വരാൻ ശ്രമിക്കുന്നവർ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം വരാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ന്യൂസിലൻഡിലെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ജോലി ഓരോ ദിവസം കഴിയുന്തോറും എല്ലാവർക്കും ഇങ്ങനെ റിഡൻഡൻസി ആയി ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഓരോ കമ്പനികൾ ആളെ പിരിച്ചുവിട്ടു എന്നുള്ള ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനിയിലും ഇപ്പോൾ റിഡൻഡൻസി നടക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര്, എൻ്റെയും അറിയത്തില്ല, ജോലി പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രോബ്ലംസ്, അതായത് ന്യൂസിലൻഡ് റിസഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കഴിവതും നമ്മുടെ നാട്ടിൽ സേഫായിട്ടിരിക്കുക, കാശെല്ലാം മുടക്കി ഇവിടെ വന്നിട്ട് ജോലി കിട്ടാതെ തിരിച്ചു പോകുന്ന അങ്ങനെ ഒരു വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ആ ഒരു റിസ്കിൽ വരിക, അതേപോലെ തന്നെ ഒരു ബാക്കപ്പ് പ്ലാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരിക. സോ എന്തായാലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ന്യൂസിലൻഡിലേക്ക് വരുന്ന കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് ലാർനാക് കാസിൽ, ലാർനാക് പ്രഭുവിൻ്റെ കാസിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.